അങ്ങനെ നാരായണമൂർത്തി സാറിന്റെ നഷ്ടപ്പെട്ടു പോയ സഹോദരനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. L&T എന്ന കമ്പനിയുടെ ചെയർമാനായ എൻ സുബ്രഹ്മണ്യ സാറിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് L&T എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനിയാണ്, കൂടാതെ ഇന്ത്യയുടെ ബിസിനസ് ഫേസ് കൂടിയാണ്. എന്നിട്ടും അവരുടെ എംപ്ലോയീസിന് എന്തിനാണ് സാറ്റർഡേ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നും ഇതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത്, എനിക്ക് അവരെ ഞായറാഴ്ചയും വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തതിൽ അതിയായ സങ്കടമുണ്ട്. കാരണം ഞാൻ ഞായറാഴ്ചയും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിലും ഞായറാഴ്ച ലീവ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എത്ര നേരം ഭാര്യയുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കും? അതുകൊണ്ട് ഞായറാഴ്ചയും ഓഫീസിലേക്ക് വരും, ഓഫീസിൽ വർക്ക് ചെയ്യും. I regret I'm not able to make you work on Sundays, to be honest. If I can make you work on Sundays, I'll be more happier, because I work on Sundays also. What do you do sitting at home? How long can you stare at your wife? How long can the wife stare at your husband? Come on, get to the office and start working. അതെന്തായാലും നല്ലൊരു സജഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞായറാഴ്ചയും വർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല, കമ്പനി തന്നെ റൂം എടുത്ത് താമസിക്കുക, ട്രാവലിംഗ് എക്സ്പെൻസ് ലാഭമാണ്. ഈ ഒരു സംഭവത്തിൽ നടി ദീപിക പത്കോണിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും സീനിയർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് വളരെ ഷോക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. കുറച്ചു കാലം മുന്നേ ഇൻഫോസിസിന്റെ ഫൗണ്ടറായ നാരായണമൂർത്തി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പുള്ളി സമാനമായ രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എംപ്ലോയീസ് വീക്ക്ലി 70 hours വർക്ക് ചെയ്യണമെന്ന്. പൊതുവെ IT കമ്പനീസൊക്കെ സാറ്റർഡേ സൺഡേസ് ലീവായിരിക്കും, മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ്. ഇനിയിപ്പോൾ സാറ്റർഡേ വർക്കിംഗ് ആണെങ്കിൽ തന്നെ 70 hours എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏകദേശം 12 മണിക്കൂറിൻ്റെ അടുത്ത് ജോലിയായി. കൂടാതെ കുറച്ചു കാലം മുന്നേ നാരായണമൂർത്തി തൻ്റെ 4 മാസം പ്രായമുള്ള ഗ്രാൻഡ് സണ്ണിന് ഇൻഫോസിസിൻ്റെ കുറച്ച് ഷെയർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 240 കോടിയാണ്. ഇതേ പുള്ളി തന്നെയാണ് തൻ്റെ എംപ്ലോയീസിനോട് 70 hours വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഈ 2 പേരുടെ സ്റ്റേറ്റ്മെൻറ്റിലും കോമൺ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് മറന്നേക്കുക. കമ്പനിയെ സംബന്ധിച്ച് എംപ്ലോയീസ് എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ട വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണ്. ശരിക്കും ഇന്ത്യയിലെ IT കമ്പനീസ് എംപ്ലോയീസിനെ നല്ലോണം ചൂഷണം ചെയ്യാണ്. സാലറി ആണെങ്കിൽ കുറവ്, വർക്ക് ലോഡ് ആണെങ്കിൽ നല്ലോണം ഉണ്ട്, എന്നാൽ വർക്ക് പ്രഷറിനാണെങ്കിൽ യാതൊരു കുറവുമില്ല. എന്നാൽ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും എംപ്ലോയീസിൻ്റെ മെൻ്റൽ ഹെൽത്തിന് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു.